തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബിരുദമെടുത്ത ശ്യാമപ്രസാദിന്റെ സംവിധാന മികവും ഫഹദിന്റെയും ആൻ അഗസ്റ്റിന്റെയും അതുല്യ പ്രകടനവുമാണ് ഈ ചിത്രത്തെ സവിശേഷമാക്കുന്നത്. ബി.ജെ.പി. നേതാവ് ഒ. രാജഗോപാലിന്റെ മകനായ ശ്യാമപ്രസാദിന്റെ ചിത്രം തിയേറ്ററുകളിൽ ചലനമുണ്ടാക്കാതെ പോയെങ്കിലും മികച്ച ചിത്രമെന്ന നിരൂപക പ്രശംസ കരസ്ഥമാക്കിയിരുന്നു. പരിതോഷ് ഉത്തം എന്ന കഥാകൃത്തിന്റെ ഡ്രീംസ് ഇൻ പ്രഷ്യൻ ബ്ലൂ എന്ന നോവലിന്റെ ആശയാവിഷ്കാരമാണ് ഈ ചിത്രം. ഫൈൻ ആർട്സ് വിദ്യാർത്ഥികളായിരിക്കെ വ്യത്യസ്ത സമുദായമെന്ന വേർതിരിവുകളെയും വിവാഹമെന്ന വ്യവസ്ഥയെയും വെല്ലുവിളിച്ച് ലിവിംഗ് ടുഗദർ എന്ന പുതിയ കാലത്തിന്റെ കാഴ്ചപ്പാടുകൾ ധീരമായി ഏറ്റെടുക്കുന്ന യുവമിഥുനങ്ങളുടെ കഥയാണിത്. പ്രായോഗിക ജീവിതത്തിന്റെ സാധ്യതകൾക്ക് തെല്ലും വഴങ്ങാതെ കലാകാരനെന്ന നിലയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ തന്റെ കലാജീവിതത്തിനായി മനസ്സ് സമർപ്പിച്ച മൈക്കിൾ എന്ന കഥാപാത്രമായി ഫഹദ് ഫാസിൽ ഈ ചിത്രത്തിൽ ജീവിക്കുകയാണ്. വർണ്ണങ്ങളുടെ ലോകത്ത് ഭ്രാന്തമായി അഭിരമിക്കുന്ന ഒരു കലാകാരന്റെ ജീവിതത്തിൽ ഒരിക്കലും സങ്കല്പിക്കാനാകാത്ത ദുരവസ്ഥ മൈക്കിളിനുണ്ടാകുന്നു. ഒരു അപകടത്തിൽപ്പെട്ട് അന്ധനായി മാറുന്ന ചിത്രകാരന്റെ വർണ്ണലോകം കറുത്ത ചായക്കൂട്ടുകൾ മാത്രമാകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളും ആത്മപീഡകളും ഫഹദ് എന്ന നടന്റെ കരിയറിലെ മികച്ച കഥാപാത്രത്തിലേക്കുള്ള പരകായ പ്രവേശമായി മാറുന്നുണ്ട്. അന്ധതയെ മറികടന്ന് വീണ്ടും വർണ്ണങ്ങളുടെ ലോകം കെട്ടിപ്പടുക്കാനായി അയാൾ നടത്തുന്ന ഉദ്യമങ്ങളാണ് ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തെ അടയാളപ്പെടുത്തുന്നത്. കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിൽ നിന്നും ഫഹദ് എന്ന സ്റ്റൈലിഷ് ആക്ടറിലേക്കുള്ള വളർച്ചയെ ആർട്ടിസ്റ്റ് പൂർണ്ണമായും വരച്ചു കാട്ടുന്നുണ്ട്. സംവിധായകന് ഏതു രൂപത്തിലും പരുവപ്പെടുത്താവുന്ന കളിമണ്ണാണ് യഥാർത്ഥ കലാകാരനെന്ന് ഫഹദ് വീണ്ടും തെളിയിക്കുമ്പോൾ അതിന് സാക്ഷ്യമാകുകയാണ് ഈ അവാർഡ്. എൽസമ്മ എന്ന ആൺകുട്ടിക്ക് ശേഷം അഭിനയം രക്തത്തിൽ അലിഞ്ഞ വികാരമാണെന്ന് അഗസ്റ്റിന്റെ മകൾ അടിവരയിട്ട ചിത്രം കൂടിയാണ് ആർട്ടിസ്റ്റ്. ഗായത്രി എന്ന ധീരയായ ബ്രാഹ്മണ പെൺകുട്ടിയുടെ വേഷപ്പകർച്ച ആൻ അഗസ്റ്റിൻ അവിസ്മരണീയമാക്കി. മൈക്കിൾ എന്ന കലാകാരന്റെ ഭ്രാന്തമായ അഭിനിവേശങ്ങൾ സഹിക്കുകയും അയാളുടെ കലാവിഭ്രാന്തികൾക്കും അന്ധമായ ജീവിതത്തിനും കൂട്ടിരിക്കുകയും വെളിച്ചം പകരുകയും ചെയ്യുന്ന ഗായത്രിയുടെ വേഷം പൂർണ്ണതയോടെ ചിത്രത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. വിട പറഞ്ഞ അച്ഛനുള്ള സ്നേഹസമർപ്പണവും ഛായാഗ്രാഹകനായ ജോമോൻ ടി ജോൺ എന്ന പ്രിയതമനുള്ള വിവാഹ സമ്മാനം കൂടിയാണ് ആൻ അഗസ്റ്റിന് ഈ അവാർഡ്. അഗ്നിസാക്ഷി, അകലെ തുടങ്ങിയ മികച്ച ചിത്രങ്ങൾക്ക് ശേഷം ശ്യാമപ്രസാദ് എന്ന സംവിധായകന്റെ കഴിവും കൈയടക്കവും വിളംബരം ചെയ്യുന്ന ചിത്രത്തെ അവാർഡ് കമ്മിറ്റി അംഗീകരിക്കുമ്പോൾ നല്ല ചിത്രങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന പ്രേക്ഷകർക്കുള്ള മറുപടിയും താക്കീതും കൂടിയായി മാറുകയാണ് ഈ പുരസ്കാരങ്ങൾ. കൾച്ചറൽ ഡെസ്ക്, TCV.